നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുണ്ടല്ലോ, അന്ന് അടുത്തത് ദിക്റുണ്ടല്ലോ, അന്നത്തെ അന്നദാനമുണ്ടല്ലോ, ആ ദിവസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടല്ലേ ചെയ്യുന്നത്? ആ പ്രത്യേക ദിവസത്തിന് പുണ്യം കൽപ്പിച്ചുകൊണ്ടല്ലേ ചെയ്യുന്നത്? അതെ, രണ്ട് പെരുന്നാളുകളെക്കാൾ ആ വലിയ ആഘോഷമാണെന്നാണ് നിങ്ങൾ എഴുതിയത്. അപ്പൊ ആ ഒരു വിശ്വാസം തന്നെയാണ് നിങ്ങൾക്കുള്ളത്. നമ്മൾ പറയുന്നത് സ്വലാത്ത് നമുക്കൊന്നും ആവാം, ദിക്റാവാം, അന്നദാനമാവാം. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്നതിനാൽ ആ റബീഉൽ അവ്വൽ 12-നോ ആ മാസത്തിനോ പ്രത്യേകമായി പുണ്യം കൽപ്പിച്ചുകൊണ്ട് ഒരു സ്വലാത്തില്ല, ഒരു ദിക്റില്ല, ഒരു അന്നദാനമില്ല. ഇതാ നമ്മൾ പറയുന്നത്. ഈ വിഷയം ഒന്ന് അമ്പലക്കട വരെ ശ്രദ്ധിക്കൂ നിങ്ങൾ. ദ്വാന്റെ ശേഷം ഒരു സലാത്ത് ചെല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ, അത് എന്താ അതിന്റെ നിയമം? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ സ്വലാത്ത് കണ്ടിട്ടില്ല, ഉള്ളത് പറയാലോ. ഇപ്പോൾ കുറെ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് 3 സ്വലാത്ത് ഏപ്പിക്കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ? എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കല്ല. അപ്പൊ ഏപ്പിക്കാർ 3 നമ്മളാൾക്കാർ ചിലപ്പോൾ 10 ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ല, പ്രത്യേകിച്ചും നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാണ്. ദ്വാരന്റെ മുമ്പും സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല. അത് 2ഉം ചെല്ല, 3ഉം ചെല്ല, 5ഉം ചെല്ല, 10ഉം ചെല്ല. പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റ് ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് 3 സുന്നത്താ വിചാരിച്ച ബിദഅത്തായി. ഒരു ഇസ്ലാമിലെ മസല അങ്ങനെ. ഇപ്പോൾ നിസ്കാരത്തിന്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ, ദ്വാന്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമില്ലാതെ 3, 5, 10, 200, 1000 സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാ, സ്വലാത്തിന്റെ പുണ്യം കിട്ടും. ഇതാണ് എൻ്റെ പൊതുവായ സമീപനം. ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാൾ ഒരു പരിപാടിക്ക് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചപ്പോൾ, അഭിവന്ദനായ ശംസുലന ഇ കെ ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോൾ പെരിങ്ങത്തൂർ ആ ഭാഗത്ത് അസ്ർ നിസ്കരിക്കാൻ ഒരു പള്ളി കയറി. ആ പള്ളി കയറി ദുആ കഴിഞ്ഞിട്ട് 3 സ്വലാത്ത് മാതിരി ചൊല്ലി. അപ്പോൾ ആളെ വിളിച്ചു, നിസ്കാരം കഴിഞ്ഞിട്ട് സ്വലാത്ത് കഴിഞ്ഞിട്ട്, എന്താ സ്വലാത്ത് ചോദിച്ചു. നിനക്ക് എവിടുന്ന് കിട്ടി സ്വലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ കണ്ടിട്ടുണ്ട്. അപ്പൊ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ, ഇല്ലെങ്കിൽ ഓക്കെ, ശല്യമില്ലാത്ത വിധത്തിൽ എപ്പോഴും എന്ത് ചെയ്യുക, സ്വലാത്ത് അല്ല. ഇതാണ് എൻ്റെ സമീപനം. മൗലിദാഘോഷത്തിലും ഈ വിഷയങ്ങൾ കൊണ്ടുവന്ന് അവിടെ പരിഹാരമായി. എന്ത്? റബീഉൽ അവ്വൽ 12-ന് പ്രത്യേകിച്ച് ഒരു കൂലിയില്ല, ആ മാസം ചൊല്ലണേ പ്രത്യേകിച്ച് ഒരു പ്രതിഫലമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് സാധാരണ ചൊല്ലണമാതിരി ചൊല്ലാണോ ഒരു കുഴപ്പമില്ലല്ലോ. നമ്മള് പല നിലക്ക് ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് നമ്മൾ സ്വലാത്ത് ചൊല്ലണം. ആ റബീഉൽ അവ്വലിലായാലും നമ്മൾ ചൊല്ലും, അല്ലെങ്കിൽ ചൊല്ലും. ഇതാണല്ലോ നമ്മുടെ സ്ഥിതി. അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കണം, അതിലും തർക്കമില്ല. ആ റബീഉൽ അവ്വലാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യും. റബീഉൽ അവ്വൽ പ്രത്യേകിച്ച് പുണ്യമുണ്ടോ? ഉണ്ടെന്നാണ് നിങ്ങളുടെ ദിശാല എഴുതിയത്. അതിനൊക്കെ 2 പെരുന്നാളെക്കാളും വലിയ ആഘോഷമാണ്. അവിടെ പ്രശ്നം. അങ്ങനെ പ്രത്യേക പുണ്യം കരുതിയാൽ തെറ്റാണ്, അനാചാരാണ്, ബിദ്അത്താണ്, തടയേണ്ടതാണെന്നാണ് അമ്പലക്കടവ് പറഞ്ഞത്. ഇനി കേൾക്കണോ നിങ്ങൾക്ക്?